പ്രഗ്നൻസിയിൽ BP കൂടുന്നത് നോർമൽ ആണെന്ന് വിചാരിക്കരുത്. ഒരു 20 വീക്സ് കഴിയുമ്പോൾ BP നോക്കുമ്പോൾ 140/90 കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതേപോലെ യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ പ്രോട്ടീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പ്രീ എക്ലാംസി എന്ന് വിളിക്കാം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റിംഗ് കണ്ടീഷനാണ് പ്രഗ്നൻസി ടൈമിൽ. ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നീര് വരുന്നത് തന്നെയാണ് മെയിൻ ലക്ഷണം. പ്രഗ്നൻസി ടൈമിൽ നീര് വരുന്നത് വളരെ കോമൺ ആണ്. പക്ഷെ സഡൻ ആയിട്ട് അതേപോലെ തന്നെ വെയിറ്റ് ഗെയിനോട് കൂടിയാണ് ഈ സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീര് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ റിങ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ റിംഗ് എല്ലാം ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഡേഞ്ചർ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ മേൽഭാഗത്തായിട്ട് വേദന വരിക, സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് വരിക, കാഴ്ച ബ്ലർ ആവുന്നത് പോലെ തോന്നും, യൂറിന്റെ അളവ് കുറയുന്നതും കാണാം. ഇനി ഈ പ്രീ എക്ലാംസിയ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ ട്വിൻസ് ആണ്, അല്ലെങ്കിൽ നല്ല ഒബീസ്, നല്ല തടി ഉള്ള ആൾക്കാരാണ്, BP വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലും ഈ ഒരു പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ ഒരു ഹൈ BP വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രീറ്റ്മെന്റ് ഇല്ലാതെ വിട്ടാൽ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഫിക്സ് പോലെ സീഷേഴ്സ് വരാം, സിവിയർ ബ്ലീഡിംഗ് വരാം, കിഡ്നി പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ ലങ്സിൽ വെള്ളം കയറുന്ന പോലത്തെ കാര്യങ്ങൾ വരാം, അതല്ലെങ്കിൽ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. കുഞ്ഞിനാണെങ്കിൽ വളർച്ചക്കുറവ് വരാം, അല്ലെങ്കിൽ യൂട്രസിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പോകാം, ശരിക്കും ഓക്സിജൻ കിട്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ പ്രിമച്ചർ ആയിട്ടുള്ള ഡെലിവറി സംഭവിക്കാം. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ആന്റിനേറ്റൽ ചെക്കപ്സ് നടത്തുക, റെഗുലർ ആയിട്ട് BP ചെക്ക് ചെയ്യുക. ഇവിടെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേണ്ടി വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് ടാബ്ലറ്റ്സും തരുന്നതായിരിക്കും.